അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗ്രാമത്തിൽ പുതിയതായി ആര് താമസിക്കാൻ വന്നാലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഓടിയെത്തും. ഈ ശരീരത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ, സേവനം, വെറും സേവനം. പിന്നൊരു കാര്യം, ഈ വീട് കിട്ടിയ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വെച്ചാൽ മതി. അതും 6 മാസത്തേക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വീട്ടുകാർ അമേരിക്കയിൽ നിന്ന് എത്തും. അതുവരെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം. പണം തുച്ഛം, ഗുണം എത്രയോ മെച്ചം. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, 24 hours വാട്ടർ സപ്ലൈ ആണ്. സന്തോഷമായി പ്രസിഡന്റ്. നാട്ടിൻ പുറങ്ങളിലെ ഈ നന്മകളൊക്കെ കാണൂ. അതെ, നന്മകൾ നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ വർണ്ണശബളമായ എന്റെ ഗ്രാമത്തിലേക്ക് താങ്കൾക്കും മകൾക്കും, മകൾ എവിടെ, മകളുടെ വേലക്കാരന് സ്വാഗതം. No, 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 no. I am not a servant. I am Miles Bhargava, you know. ഇയാൾ എന്ത് ഹിന്ദിയായി പറയുന്നത്? ടെറിബിൾ വൃത്തിയേട്ടൻ. സാരമില്ല, തനിക്ക് ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം. Thank you. ഞങ്ങൾക്ക് എന്തിനായി ഗ്രാമത്തിലേക്ക് സ്വാഗതം? ഇന്ന് ആരും അറിയില്ലെങ്കിലും എന്റെ പേര് ഈ ഗ്രാമത്തിൽ തന്നെയാ. വേര് മാത്രമുള്ള തടി വീരപ്പം വെട്ടിക്കൊണ്ടുപോയോ? നോ നോ നോ, മൈ ഒറിജിൻ. ഓറഞ്ച് അല്ല. തുടരെ തുടരെ എനിക്കുണ്ടായ ദുരന്തങ്ങൾ എല്ലാറ്റിനും പരിഹാരം ഒന്നേ ഉള്ളൂ. കുന്നത്തൂർ ദേവിയെ 41 നാൾ കുളിച്ചു തൊഴുക. നട തുറക്കാറില്ലെങ്കിലും പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേവിയെ നേരിട്ട് കണ്ടു തൊഴുത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിയാ മതി. എന്താ? ഹായ്, ഞാൻ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂർ. കുഞ്ഞുങ്ങളെ പോലെ തന്നെ. ആള് ഭയങ്കര തമാശക്കാരനാണല്ലോ. അങ്കിളുടെ പേരെന്താ? ജവഹർ. സ്വീറ്റ് നെയിം. ഹായ്, എന്ത് ഭംഗി. എന്റെ ജവഹർലാൽ നെഹ്റു എപ്പോഴും ഇങ്ങനെ വേണം വരാൻ. ദീപയ്ക്ക് അതാ ഇഷ്ടം. ദീപ, My God. അതവളല്ലേ, ആ ബോംബെക്കാരി? അധിക ശൃംഗാരൊന്നും വേണ്ട, ഏതോ തട്ടിപ്പ് കേസാ. നിനക്ക് നന്ദിനിയുണ്ട്, ഇവന് സുഭദ്രയുണ്ട്, മറ്റവന് ആരെയും കിട്ടും. ഇവളെ ഞാൻ തുടരാ. അവളെ നീ എടുത്തോ, പക്ഷെ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം മനസ്സിലായോ ഹിന്ദിയുടെ വില? സുഹൃത്തെ, പ്രണയത്തിന് ഹിന്ദിയെന്നോ മലയാളമെന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ നിർത്ത്. ഹായ്. നമസ്കാരം. നമസ്കാരം. ആകെ അറിയാവുന്ന ഹിന്ദി പദവും തീർന്നു. ഇനി എന്ത് ചെയ്യും? ക്യാ? ഒന്നുമില്ല. ഒരു ചോദ്യം അറിയാം, ചോദിക്കട്ടെ? അത് വേണോ? തുരാമാനം ക്യാ ഹേ? ദീപ, എന്റെ സുന്ദരിക്കുട്ടി, എന്റെ മനസ്സിലിപ്പ് നിന്നോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? എടാ ശ്രുതി, എന്നെ ഒന്ന് സഹായിക്കടാ. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചു കിടന്നപ്പോ ആലോചിക്കണമായിരുന്നു. നിനക്കൊക്കെ ഹിന്ദി പുച്ഛമല്ലേ? ഇവളോട് കൈക്കരയെ കാണിച്ചാ മതി. ഹായ്, ക്യാ ചാഹിയേ തുംകോ? രക്ഷപ്പെട്ടു, മലയാളിയാണല്ലേ? ചേട്ടന് പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടമായി സുഹൃത്തെ, അല്ല പെൺ സുഹൃത്തെ. സത്യമാണോ ചേട്ടാ? സത്യമായിട്ടും. ഇഷ്ടമായോ? പിന്നെ എങ്കിൽ എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി തരുമോ പ്ലീസ്? എന്തിനാ ടെമ്പററി ആക്കുന്നത്? സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ ഉത്തമ? ശരിയാ, സ്ഥിരമാവുമ്പോഴും എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ, എല്ലാരും പോ. ദേ ഇങ്ങനെ വെച്ചേ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കേസും ജയിക്കാത്ത തനിക്ക് വക്കാലത്ത് തന്ന കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടായെന്നറിയോ? എന്ത് ചെയ്യാനാ മേനെ, നിങ്ങളുടെ എല്ലാ കേസിലും ന്യായം മറുഭാഗത്തല്ലായിരുന്നോ? എങ്കിലത് കേസിന് പോകുമ്പോ താൻ പറയണ്ടേ? ഇത് നല്ല തമാശ. അത് ജഡ്ജിക്കല്ലേ അറിയാൻ പറ്റൂ. ഇത്രയും കേസുകൾ നടത്തിയിട്ടും എന്റെ മേനെ കോടതിയുടെ നടപടിക്രമങ്ങൾ തനിക്ക് അറിഞ്ഞൂടെ? കഷ്ടം. ഓ എടോ, ഇതുപോലെ താൻ ആ കോടതിയിലൊന്ന് വാദിച്ചിരുന്നെങ്കിൽ എന്റെ എത്ര കേസ് ജയിച്ചാന്. ഓ, ജയിക്കും ജയിക്കും. തന്നെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാ ഈ മരങ്ങോടനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ടി വന്നത്. ഓ, ഇല്ലെങ്കിൽ കളക്ടർ വന്നേനെ. മൂത്ത് അരച്ച് മൂക്കിന്ന് പല്ല് പറഞ്ഞ ഒഴിയാത്തിരക്കിന് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിച്ച എന്നോട് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? വക്കീലിനേക്കാളും വലിയ വാദക്കാരനാണല്ലോ ഗുമസ്തൻ. ഒരുപാട് കേസും അന്യായങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്ടിലേക്ക് അല്പസ്വല്പം നിയമവ്യവഹാരങ്ങളൊക്കെ വിവരമുള്ള ഒരുത്തം പിയാപ്പിളായിക്കോട്ടെ എന്നല്ലേ നമ്മൾ കരുതിയേ. ഓ, ഒരു പൊയ്യാപ്പിള. ഞാൻ വരട്ടേടോ. ഹായ്,
ഐ എം ദീപ ഫ്രം മുംബൈ. ഐ ആം കോയിമല വീരാങ്കോയ, ഫേമസ് ലോയർ ഇൻ ദ സിറ്റി. ഓഹോ, താനാണോ ഈ സിറ്റി മാൻ? നെഹ്റു ഇങ്ങോട്ട് വന്നോ? നെഹ്റു? അതാര്? ആ നമ്മുടെ ഗാന്ധിജി. പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, ജവഹരക്കുറുപ്പ്. അയാൾ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയി കിടക്കച്ചേ? ആ അങ്കിൾ, എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. സമയമുള്ളപ്പോ ഒന്ന് വാദിച്ചു തരണം. ധൈര്യമായിട്ട് കൊടുത്തോളൂ, അടിച്ച് നിരപ്പാക്കി കൈ തരും. എന്നെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്താതെ. ഓക്കെ അങ്കിൾ, താങ്ക്സ്. ഹായ് അങ്കിൾ. നോ, ജവഹർ. സ്വീറ്റ് നെഹ്റു. Please sit and be seated. വക്കീലെ, ആ കേസ് പ്രസിഡന്റ് ഏറ്റെടുത്തു. നെഹ്റു എന്നെ മറിച്ച് താഴെയിടല്ലേ? നെഹ്റു അല്ല ദീപം, ജവഹർ. എന്തിനാ വലിയ മനുഷ്യന്റെ പേര് ചീത്തയാക്കുന്നത്? ജവഹർ, ആ. എന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവോ? കൊണ്ടുപോവാം, അതിനുള്ള സമയവും സന്ദർഭവും വരട്ടെ. അതാ കൊണ്ടുപോയാൽ തന്നെ നീ തനിയെ തിരിച്ചു വരേണ്ടി വരും. ഓ, കൊണ്ടുപോകുന്നത് പോലെ തിരികെ കൊണ്ട് വിട്ടാലെന്താ? ജീവനോടെ എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വേണ്ടേ നിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ? സൈക്കിൾ കയറ്. തൽക്കാലം നമുക്ക് വീടിന്റെ കാര്യം മറക്കാം. ആട്ടുതൊട്ടിലിന്റെ കാര്യം ഓർമ്മിക്കാം. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ തുള്ളി തുകച്ചു ശലഭമായി ഞാൻ. കാന്തികൾ മഴയിൽ കുതിർന്ന് എന്റെ നടുവിന്റെ ആറ്റട ഓടിക്കേ. എന്താ പാടാ ഇതൊക്കെ? എന്റെ വീട്ടിലൊരു കണക്ഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ തന്നില്ല കേട്ടോ. അത്ര കേടാ നിന്റെയൊക്കെ അഹങ്കാരം. എന്റെ ദീപ ഒരു കണക്ഷൻ ചോദിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ മേലടാ. അല്ല പ്രസിഡന്റ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ ഒരു ന്യായവും പറയണ്ട. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു അധർമ്മം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. തകർക്കും ഞാൻ എല്ലാത്തിനും. നിന്നെയൊക്കെ കേബിളെ വലിച്ചിടും കേട്ടടാ. മനസ്സിലായ നിനക്ക്? നോക്കി നിൽക്കാതെ ജീപ്പ് ദീപത്തിന്റെ വീട്ടിലേക്ക് വിടടാ. കണക്ഷൻ കൊടുക്കടാ. ഓടാ അഥവാ സ്റ്റാർട്ട് ചെയ്. എല്ലാം എന്റെ ദീപത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സൈക്കിൾ? ഓ, സൈക്കിളിന് നോക്കണ്ട, നമുക്ക് നടക്കാം. ശരി. അല്ല, ചേട്ടൻ നടന്നു വന്നോ? ദീപം. ബൈ ബൈ. അല്ല, ദീപം. ചാരിത്തെങ്ങും നിന്നവൻ കൊണ്ടും പെണ്ണും പോയി. എന്റെ മോളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ എനിക്ക് ഈ TV കാണുന്ന സ്വഭാവമേ ഇല്ല. ഒരു കണക്കിന് നന്നായി. അല്ലേ പിഴച്ചു പോയനെ. എന്തെല്ലാം തോന്നിയാസങ്ങളാ പടച്ചു വിടുന്നത്. മോളെവിടെ? അവൾ അവരോടൊപ്പം കൂടിയിരിക്കുക. ഏമാരോട് എന്തെടുക്കുക? ഒരു കണക്ഷൻ കൊടുക്കുക. ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് പോവാ. ചേട്ടാ അങ്ങോട്ട് വരരുത്. ഉത്തമ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ക്ഷീണം തീർക്കാൻ കയറിയതാ. എന്ത് പോക്കരത്തരമാണ് നീ കാണിച്ചത്? ചോദിക്കാനും പറയാനും ഞാൻ ഇല്ലെന്ന് കരുതിയോ? കൊച്ചുകുട്ടിയല്ലേ? നിന്റെ അപ്പൻ ഇവനെ ചാക്കിലാക്കേണ്ടി വരുമെന്ന്. Don't touch her otherwise. एक स्त्री पिराने की कहानी आएगा. കയ്യെടുക്ക. You go now. Please don't touch. You know. Come on, baby. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരെങ്കിലും വന്നോളാം. ശരി, നന്നായിട്ട് പണിയറിയാവുന്നവൻ ഞാനായതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നമുക്ക് ഇറങ്ങാൻ പ്രസിഡന്റ്. എന്തായാലും നേരെ ഇത്രയായില്ലേ, എല്ലാവർക്കും ഉണ്ടിട്ട് പോവാം. വേണ്ട, പിന്നീട് ഒരു ദിവസം ആവാം അല്ലേ? ശരിയാ ശരിയാ, ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന്. ഇനി ഒരിക്കലാകാം. ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ നാളെ എല്ലാവരും ഇങ്ങ് വന്നോളൂ. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അത്താഴവിരുന്ന് ഇവിടെ ആയിക്കോട്ടെ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. കാലയെ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കി തരാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Many many happy returns of the day. ശുക്രിയ ഭയ്യ. അതെ അതെ. എന്താണ് അവൾ പറഞ്ഞത്? ഇത്രയും വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓഹോ, ക്ഷമിക്കണം, ഒത്തിരി ഉറങ്ങിപ്പോയതുകൊണ്ട് അല്പം വൈകിപ്പോയി. കുന്നായ്മകൾ നിറഞ്ഞ കുന്നത്തൂർ ഗ്രാമത്തിലേക്കും ഇരുളടഞ്ഞ എന്റെ ഹൃദയത്തിലേക്കും ഒരു ദീപനാളം പോലെ കടന്നു വന്ന ദീപ, നിന്നെ ഞാൻ ജന്മദിന ആശംസകൾ കൊണ്ട് വാരി മൂടിക്കോട്ടെ. കൊടുക്കടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ദീപം. ഇയാൾ കുളമാക്കാൻ പോകുന്നെന്നാ തോന്നുന്നത്.
മിസ് ദീപ, ഇനിയുള്ള നിന്റെ ഓരോ ജന്മനാളുകളും ഈ കുന്നത്തൂർ ഗ്രാമത്തിൽ വെച്ച് എന്നോടൊപ്പം ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അനുഗ്രഹിച്ചാലും അനുവദിച്ചാലും. ഇനി വൈകിക്കണ്ട, ആഘോഷങ്ങൾ തുടങ്ങാം. ആദ്യമായി എന്റെ ഒരു പാട്ട് കളിവീ. പ്രസിഡന്റ് സാഹസം ഒന്നും കാണിക്കണ്ട, പാടാൻ സ്തുതിയുണ്ടല്ലോ. ഏയ് എനിക്ക് നല്ല സുഖമില്ല. പ്രസിഡന്റ് പാടട്ടെ. ഏയ് പാട് സുധി പ്ലീസ്. പാടുവനെ, നല്ല ടെറിബിൾ ആയിട്ടൊരെണ്ണം പാടൂ. കൂടെ പാടുന്ന കാര്യം ഞാൻ